Next section, Module 3, Power Spectral Density or Power Density Spectrum. The power spectral density S omega of a continuous time random process capital X of t is defined as the Fourier transform of R of tau. S omega equal to integral minus infinity to infinity R of tau e raised to minus I omega tau d tau. ഇപ്പോൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് എസ് ഒമേഗ. റാൻഡം പ്രോസസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ആണ്. നിങ്ങളുടെ ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടോ ആണ്. അപ്പോൾ എസ് ഒമേഗയെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇത് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ റിസൾട്ടാണ്. ഈ റിസൾട്ടിൽ നിന്ന് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആർ ഓഫ് ടോ എന്ന് പറയുന്നത് 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഈ നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഫോർ എ വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അറ്റ് സീറോ ഫ്രീക്വൻസി ഗീവ്സ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ഓട്ടോ കോറിലേഷൻ. ഇവിടെ ആദ്യം പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. അപ്പോൾ ഇവിടെ എസ് ഒമേഗയാണ്. അപ്പോൾ അവിടെ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ റിസൾട്ടിൽ ഒമേഗയ്ക്ക് 0 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ഓട്ടോ കോറിലേഷൻ. അപ്പോൾ എസ് ഒമേഗ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇപ്പോൾ ഒമേഗ ഈക്വൽ ടു 0. അപ്പോൾ എസ് ഓഫ് 0 ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഡി ടോ. അപ്പോൾ ഈ റിസൾട്ട് എന്താണ്? വിച്ച് ഈസ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ഓട്ടോ കോറിലേഷൻ. ഈ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്, ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് ദി സ്പെക്ട്രൽ ഡെൻസിറ്റി. ഇനി മീൻ സ്ക്വയർ വാല്യൂവിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി ആണ്. ഇനി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി എന്ന് പറയുന്നത് ആർ ഓഫ് ടോ ആണ്. ആ ടോയ്ക്ക് അവിടെ 0 കൊടുക്കും, ആർ ഓഫ് 0. അപ്പോൾ നമുക്ക് ആദ്യം ആർ ഓഫ് ടോ എഴുതണം. അപ്പോൾ ആ റിസൾട്ടിൽ ടോയ്ക്ക് 0 കൊടുക്കണം. അപ്പോൾ വി ഹാവ് ആർ ഓഫ് ടോ ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഇപ്പോൾ ടോ ഈക്വൽ ടു 0. അപ്പോൾ ആർ ഓഫ് 0 ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഡി ഒമേഗ. ഇപ്പോൾ ഇത് പ്രോപ്പർട്ടി ഓഫ് ഓട്ടോ കോറിലേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി എന്ന് പറയുന്നത് ആർ ഓഫ് 0 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു ആർ ഓഫ് 0 ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഡി ഒമേഗ. ഇനി തേർഡ് പ്രോപ്പർട്ടിയാണ്, ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ റിയൽ വാല്യൂഡ് റാൻഡം പ്രോസസ് is an even function of frequency, or the spectral density function of a real random process is an even function. നമ്മൾ ഫൊറിയർ സീരീസ് പഠിക്കുമ്പോൾ നമ്മൾ ഈവനും ഓഡ് ഫംഗ്ഷനും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാം, ഫംഗ്ഷൻ ഓഫ് മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിലോ ഫംഗ്ഷൻ ഓഫ് മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ദ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ റിയൽ റാൻഡം പ്രോസസ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് ഒമേഗയാണ്. അപ്പോൾ എസ് ഓഫ് മൈനസ് ഒമേഗ ഈക്വൽ ടു എസ് ഒമേഗ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എസ് ഒമേഗയുടെ റിസൾട്ട് എഴുതണം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇപ്പോൾ ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ. അപ്പോൾ എസ് ഓഫ് മൈനസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ടോ. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഇപ്പോൾ ടോ ഈക്വൽ ടു മൈനസ് യു. ഇപ്പോൾ ഡി ടോ ഈക്വൽ ടു മൈനസ് ഡി യു. അപ്പോൾ നമ്മുടെ ലിമിറ്റും ചേഞ്ച് ആവും. ടോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ യു ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റി ആണ്. ടോ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിലോ യു ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇപ്പോൾ എസ് ഓഫ് മൈനസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ആർ ഓഫ് മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു മൈനസ് യു ഇൻറ്റു മൈനസ് ഡി യു. ഇനി മൈനസ് അങ്ങ് പുറത്തെടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ആർ ഓഫ് മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു മൈനസ് യു ഡി യു. ഇനി മൈനസ് മാറുമ്പോൾ നമ്മുടെ ലിമിറ്റും അങ്ങ് ചേഞ്ച് ആവും. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് മൈനസ് യു
e raised to I omega into minus u du. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് യു ചേഞ്ച് ചെയ്ത് ടോ ആക്കി മാറ്റണം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് മൈനസ് ടോ ഇ റേസ് ടു ഐ ഒമേഗ ഇൻറ്റു മൈനസ് ടോ ഡി ടോ. ഇനി ഓട്ടോ കോറിലേഷനിലെ റിസൾട്ടിൽ നമുക്കറിയാം ആർ ഓഫ് മൈനസ് ടോ എന്ന് പറയുന്നത് ആർ ഓഫ് ടോയാണ്. അപ്പോൾ എസ് ഓഫ് മൈനസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇതെന്താണ് എസ് ഒമേഗയാണ്. അപ്പം ഈ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എൻ ഈവൻ ഫംഗ്ഷൻ ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ദ സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ റിയൽ WSS പ്രോസസ് ഫോം എ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പെയർ. ഇപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനോട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഒരു പെയർ ആയിട്ട് കിട്ടും. അതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇപ്പോൾ എസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ നമുക്കറിയാം കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. ഇപ്പോൾ കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ ഡി ടോ. ഇനി നമുക്ക് ഫോറിയർ സീരീസിൽ നമ്മൾ പഠിക്കുന്നതാണ് കൊസൈൻ എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഓഡ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ആർ ടോ എന്ന് പറയുന്നതും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ടോയ്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ കോസ് ഒമേഗ ടോ ഡി ടോ. ഇപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് 2 ഇൻറ്റു ആർ ഓഫ് ടോ ആണ്. അതേപോലെ ആർ ഓഫ് ടോ എന്ന് പറയുന്നത് എന്താണ്? 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടോ പ്ലസ് ഐ സൈൻ ഒമേഗ ടോ ഇൻറ്റു ഡി ഒമേഗ. ഇവിടെ അതുപോലെ തന്നെയാണ് കൊസൈൻ എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷനാണ്, സൈൻ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ 1/2 ഇൻറ്റു 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എസ് ഒമേഗ കോസ് ഒമേഗ ടോ ഡി ഒമേഗ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഫോറിയർ ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഹാഫ് ഇൻറ്റു എസ് ഒമേഗ. ഈ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെക്ട്രൽ ഡെൻസിറ്റി ആൻഡ് ഓട്ടോ കോറിലേഷൻ ആണ്. ഇപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എസ് ഒമേഗയാണ്, ഓട്ടോ കോറിലേഷൻ പറയുന്ന ആർ ഓഫ് ടോ ആണ്. ഇപ്പോൾ എസ് ഒമേഗ തന്നിട്ടുണ്ടെങ്കിൽ ആർ ഓഫ് ടോ കാൽക്കുലേറ്റ് ചെയ്യുക, ആർ ഓഫ് ടോ തന്നിട്ടുണ്ടെങ്കിൽ എസ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എസ് ഒമേഗയുടെ ഫോർമുല നമുക്കറിയാം, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ആൻഡ് ആർ ഓഫ് ടോ എന്ന് പറയുന്നത് എന്താണ്? 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഈ നെക്സ്റ്റ് വൺ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, if r of tau equal to e raised to minus 2 lambda into modulus tau is the autocorrelation function of a random process x of t, obtain the spectral density of x of t. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആർ ഓഫ് ടോ ആണ്, ഓട്ടോ കോറിലേഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്പെക്ട്രൽ ഡെൻസിറ്റി എസ് ഒമേഗയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് ഒമേഗയുടെ ഫോർമുല ആദ്യം എഴുതണം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആർ ഓഫ് ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇനി ആർ ഓഫ് ടോ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2 ലാംഡ ഇൻറ്റു മോഡുലസ് ടോ ഇൻറ്റു കോസ് ഒമേഗ ടോ മൈനസ് ഐ സൈൻ ഒമേഗ ടോ ഇൻറ്റു ഡി ടോ. ഇനി കൊസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം, സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ടോയ്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2 ലാംഡ ഇൻറ്റു ടോയാണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും വരും. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റിയിൽ മോഡുലസ് ടോ എന്ന് പറയുന്നത് ടോ തന്നെയാണ്. ഇപ്പോൾ കോസ് ഒമേഗ ഇൻറ്റു ഡി ടോ. ഇനി നെക്സ്റ്റ് ഒരു ഫോർമുലയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് സി പ്ലസ് ബി സൈൻ ബി എക്സ് പ്ലസ് സി. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ലാംഡ ടി ഡിവൈഡഡ് ബൈ 4 ലാംഡ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് 2 ലാംഡ കോസ് ഒമേഗ ടോ പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടോ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കറിയാം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റിയാണ്. ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ 0 വരും. ഇപ്പോൾ ലോവർ ലിമിറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ 4 ലാംഡ ഡിവൈഡഡ് ബൈ 4 ലാംഡ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇ റേസ് ടു 0 1 ആണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The power spectral density of a random process x of t is given by s omega equal to pi
മോഡുലസ് ഒമേഗ ലെസ് ദാൻ 1 0 എൽസ്വെയർ ഫൈൻഡ് ഇറ്റ്സ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഇവിടെ തന്നിരിക്കുന്നത് എസ് ഒമേഗയാണ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആർ ഓഫ് ടോ ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടു ഡി ഒമേഗ. എസ് ഒമേഗ തന്നിട്ടുണ്ട്. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ -1 to 1 മോഡുലസ് ഒമേഗ ലെസ് ദാൻ 1 ആണല്ലോ. ഇൻ്റഗ്രൽ -1 to 1 പൈ ഇൻറ്റു ഇ റേസ്ഡ് ഐ ഒമേഗ ടു ഡി ഒമേഗ. ഇനി ഇത് പൈ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ 1/2 ഇ റേസ്ഡ് ഐ ഒമേഗ ടു ഡിവൈഡഡ് ബൈ ഐ ടു ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് -1 to 1. ഇപ്പോൾ 1/2 ഇൻറ്റു ഇ റേസ്ഡ് ഐ ടു മൈനസ് ഇ റേസ്ഡ് മൈനസ് ഐ ടു ഡിവൈഡഡ് ബൈ ഐ ടു. ഇപ്പോൾ 1/2 പുറത്തെടുത്തിരിക്കുകയാണ്. ഇ റേസ്ഡ് ഐ ടു ഡിവൈഡ് മൈനസ് ഇ റേസ്ഡ് മൈനസ് ഐ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ 2i. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ഡിവൈഡഡ് ബൈ 2i എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഇപ്പോൾ 1/2 ഇൻറ്റു സൈൻ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ WSS പ്രോസസ് ഈസ് ഗിവൺ ബൈ എസ് ഒമേഗ ഈക്വൽ ടു B/A ഇൻറ്റു എ മൈനസ് മോഡുലസ് ഒമേഗ. മോഡുലസ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ 0 മോഡുലസ് ഒമേഗ ഗ്രേറ്റർ ദാൻ എ. ഫൈൻഡ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദി പ്രോസസ്. ഇവിടെ എസ് ഒമേഗയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടോയുടെ ഫോർമുല എഴുതണം. അപ്പോൾ 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടു ഡി ഒമേഗ. എസ് ഒമേഗ തന്നിട്ടുണ്ട്. പിന്നെ മോഡുലസ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ ഒമേഗയുടെ റേഞ്ച് എന്തായിരിക്കും? -a to a ആണ്. അപ്പോൾ 1/2π ഇൻ്റഗ്രൽ -a to a B/A ഇൻറ്റു എ മൈനസ് മോഡുലസ് ഒമേഗ ഇ റേസ്ഡ് ഐ ഒമേഗ ടു അത് ഇ റേസ്ഡ് ഐ തീറ്റയാണ്. അപ്പോൾ ആ ഫോർമുല എഴുതിക്കൊള്ളണം. കോസ് ഒമേഗ ടു പ്ലസ് ഐ ഇൻറ്റു സൈൻ ഒമേഗ ടു ഡി ഒമേഗ. ഇവിടെ അതുപോലെ കൊസൈൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്, സൈൻ എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ 1/2π ഇൻറ്റു B/A. ഇപ്പം എ മൈനസ് മോഡുലസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടു എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. എ മൈനസ് മോഡുലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടു എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വരുന്നത് 1/2π B/A ഇൻറ്റു ട്വൈസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to എ മൈനസ് മോഡുലസ് ഒമേഗ കോസ് ഒമേഗ ടു ഡി ഒമേഗ. ഇപ്പോൾ 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ B/A 1/π ഇൻ്റഗ്രൽ 0 to എ മൈനസ് മോഡുലസ് ഒമേഗ കോസ് ഒമേഗ ടു ഡി ഒമേഗ. ഇനി രണ്ടാമത്തെ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതങ്ങ് 0 ആയി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മോഡുലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 0 to എയിൽ മോഡുലസ് ഒമേഗ എപ്പോഴും ഒമേഗ തന്നെ ആയിരിക്കും. അപ്പോൾ B/A ഇൻ്റഗ്രൽ 0 to എ മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടു ഡി ഒമേഗ. ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. B/A ഇൻറ്റു എ മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടു ഡിവൈഡഡ് ബൈ ടു മൈനസ് കോസ് ഒമേഗ ടു ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to a. അപ്പോൾ B/A ഇൻറ്റു ഇനി ആ ലിമിറ്റ്സ് കൊടുക്കുന്നതാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും. ഫസ്റ്റ് എ കൊടുക്കുമ്പം അവിടെ എ മൈനസ് A0 വരും. അപ്പോൾ നമുക്ക് വരുന്ന മൈനസ് കോസ് ഒമേഗ എ ഡിവൈഡ് ബൈ ടു സ്ക്വയർ വരും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുത്താലും സൈൻ 0 ആണ്. അവിടെ കോസ് 0 എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് കോസ് എ ടു ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ. ഇപ്പോൾ B/A ടു സ്ക്വയർ ഇൻറ്റു ഇനി 1 മൈനസ് കോസ് തീറ്റ എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. 2 സൈൻ സ്ക്വയർ എ ടു ഡിവൈഡഡ് ബൈ 2. അപ്പം 2b ഡിവൈഡഡ് ബൈ A ടു സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എ ടു ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദി പവർ സ്പെക്ട്രം ഓഫ് എ WSS പ്രോസസ് capital H is equal to H of t is given by S omega equal to 1/1 plus omega square the whole square. Find the autocorrelation function and average power. ഇവിടെ എസ് ഒമേഗ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ടോ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പവർ എന്ന് പറയുന്ന മീനാണ് എക്സ്പെക്ടേഷൻ ഓഫ് H²t അതും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എസ് ഒമേഗ എന്ന് പറയുന്ന 1/1 plus omega square the whole square ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതിനെ ഒന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 1/1 plus omega square എന്ന് പറയുന്നത് A² plus B² അല്ലേ.
അപ്പോൾ ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്റർ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ±i ആണ്. അപ്പോൾ 1/1 + i ഒമേഗ ഇൻറ്റു 1 - i ഒമേഗ ദ ഹോൾ സ്ക്വയർ. അത് ഇക്വേഷൻ 1 ആയിട്ട് വെക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് 1/1 + i ഒമേഗ പ്ലസ് 1/1 - i ഒമേഗ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 1 - i ഒമേഗ ഇൻറ്റു 1 + i ഒമേഗ. അപ്പോൾ എന്ത് വരും? 1 - i ഒമേഗ പ്ലസ് 1 + i ഒമേഗ ഡിവൈഡഡ് ബൈ 1 + i ഒമേഗ ഇൻറ്റു 1 - i ഒമേഗ. ഇപ്പോൾ 2 ഡിവൈഡഡ് ബൈ 1 + i ഒമേഗ ഇൻറ്റു 1 - i ഒമേഗ. ഇനി 1/2 കൊണ്ട് LHSഉം RHSഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്? 1/2 ഇൻറ്റു 1/1 + i ഒമേഗ പ്ലസ് 1/1 - i ഒമേഗ സീക്വൽ ടു അവിടെ 1/2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ 1/1 + i ഒമേഗ ഇൻറ്റു 1 - i ഒമേഗ. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? എസ് ഒമേഗ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 + i ഒമേഗ പ്ലസ് 1/1 - i ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ 1/4 ഇൻറ്റു ഇത് a + b ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇപ്പോൾ 1/1 + i ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/1 - i ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2/1 + ഒമേഗ സ്ക്വയർ. ഇത് എസ് ഒമേഗയുടെ വാല്യൂ ആണ്. ഇനി ആർ ഓഫ് ടോ എന്ന് പറയുന്നതാണ്. ആർ ഓഫ് ടോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എസ് ഒമേഗയാണ്. അപ്പോൾ ആർ ഓഫ് ടോ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എസ് ഒമേഗയാണ്. അപ്പോൾ 1/4 ഇൻറ്റു എഫ് ഇൻവേഴ്സ് 1/1 + i ഒമേഗ സ്ക്വയർ പ്ലസ് എഫ് ഇൻവേഴ്സ് 1/1 - i ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ഇൻവേഴ്സ് 2/1 + ഒമേഗ സ്ക്വയർ. ഈ റിസൾട്ട് നിങ്ങൾ റിസൾട്ട് ഒരു അറിഞ്ഞിരിക്കണം. എഫ് ഇൻവേഴ്സ് 1/α + i ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് u⁴ ഇൻറ്റു ടോ ഇൻറ്റു e⁻⁴ ടോയാണ്. ആ u⁴ എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. ആൽഫ >0 ആണ്. അതുപോലെ എഫ് ഇൻവേഴ്സ് 1/α - i ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് u⁴ ഇൻറ്റു ടോ ഇൻറ്റു e⁻⁴ ടോയാണ്. അതുപോലെ എഫ് ഇൻവേഴ്സ് 2α/α² പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് e⁻⁴ ടോയാണ്. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന 1 ആണ്, ബീറ്റ എന്ന് പറയുന്ന ഒമേഗയാണ്. ആൽഫ പ്ലസ് i ഒമേഗ. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന 1 ആണ് ഇവിടെ. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. u⁴ ഇൻറ്റു ടോ ഇൻറ്റു e⁻⁻⁴ പ്ലസ് u⁴ ഇൻറ്റു ടോ ഇൻറ്റു e⁻⁴ പ്ലസ് e⁻⁻⁴. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ആവറേജ് പവർ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ഓഫ് x² t എന്ന് പറയുന്ന r(0) ആണ്. അപ്പോൾ ഈ റിസൾട്ടിൽ എന്ത് ചെയ്യണം? പുട്ട് ടോ ഈക്വൽ ടു 0. അപ്പോൾ r(0) എടുക്കുമ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. അത് 0.25 ആണ്. അപ്പോൾ ആവറേജ് പവർ എന്ത് കിട്ടി? നമുക്ക് 0.25 എന്ന് നമുക്ക് കിട്ടി. ഈ നെക്സ്റ്റ് റിസൾട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ WSS പ്രോസസ് ഈസ് ഗിവൺ ബൈ S ഒമേഗ ഈക്വൽ ടു 1 മോഡുലസ് ഒമേഗ <ω0 0 അതർവൈസ്. ഫൈൻഡ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് ദി പ്രോസസ്. ഇവിടെ അതുപോലെ എസ് ഒമേഗ തന്നിട്ടുണ്ട്. നമുക്ക് ആർ ഓഫ് ടോയെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആർ ഓഫ് ടോ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എസ് ഒമേഗ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പം 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ എസ് ഒമേഗ e⁻⁻⁴ ഡി ഒമേഗ. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ -ω0 ടു ω0 e⁻⁻⁴ ഡി ഒമേഗ. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ -ω0 ടു ω0 cos ω⁡ പ്ലസ് i sin ω⁡ ഇൻറ്റു ഡി ഒമേഗ. ഇപ്പോൾ 1/2π ഇൻ്റഗ്രൽ -ω0 ടു ω0 cos ω⁡ ഡി ഒമേഗ. ഇപ്പോൾ കൊസൈൻ എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷനാണ്. സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഇപ്പോൾ 2/2π ഇൻ്റഗ്രൽ 0 ടു ω0 cos ω⁡ ഡി ഒമേഗ. ഇനി ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്ന് പറയുന്നത് അറിയാം, സൈൻ തീറ്റയാണ്. അപ്പോൾ 1/π sin ω⁡ ഡിവൈഡഡ് ബൈ ടോ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ω0. ഇപ്പോൾ 1/π sin ടോ ω0 ഡിവൈഡഡ് ബൈ ടോ. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്. ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ WSS റാൻഡം പ്രോസസ് ഈസ് ഗിവൺ ബൈ r ഓഫ് ടോ ഈക്വൽ ടു α² e⁻² ലാംഡ ഇൻറ്റു മോഡുലസ് ടോ. ഡിറ്റർമിൻ ദി പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദി പ്രോസസ്. ഇവിടെ ആർ ടോ തന്നിട്ടുണ്ട്. നമുക്ക് എസ് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എസ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to α² e⁻² ലാംഡ ഇൻറ്റു മോഡുലസ് ടോ e⁻⁻⁰ ഒമേഗ⁡ ഡി ടോ. ഇനി ഇൻ്റഗ്രൽ -∞ to നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ α² ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to 0
ടോ എന്ന് പറയുന്ന പ്ലസ് ടോയും വരാം മൈനസ് ടോയും വരുമല്ലോ. ഇപ്പോൾ ഇ റേസ് ടു 2 ലാംഡ ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2 ലാംഡ ടോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇനി 0 to ഇൻഫിനിറ്റിയിൽ ടോ എന്ന് പറയുന്ന പോസിറ്റീവ് ആയിരിക്കും, മൈനസ് ഇൻഫിനിറ്റി ടു 0യിൽ ടോ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇപ്പോൾ ഈ ആൽഫ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു 2 ലാംഡ